Hi all, welcome to the class. Today we are going to discuss some examples of development of hydraulic and pneumatic circuits. First of all, we will discuss synchronizing circuit or connecting two cylinders in series. From the figure, the important things are tank, which is very mandatory for a hydraulic system, a filter, and a hydraulic pump which is operated with the help of an electric motor, which is not shown in this figure, that also can be included, and a pressure relief valve or pressure control line between hydraulic pump and direction control valve. It is provided for controlling the pressure in the line, and here we are using a direction control valve which is operated with the help of a solenoid and spring, and 4 ports and 3 position. This can be expressed as left side position, middle position, and right side position. And this connection is connected to blank side. This can be expressed as cylinders blank side, and this side with rod. This side can be expressed as rod side. So P1 and this is P2, and from P2 that is connected to here, there is a connection to this blank side. Actually this is a series connection. The output of P2 will be provided at the blank side of cylinder 2, and rod side of cylinder 2 will be connected towards direction control valve. നമ്മൾ ഈ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിലുള്ള വെള്ളം ഫിൽറ്റർ വഴി ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ച് മുകളിലോട്ടേക്ക് പമ്പ് ചെയ്യും. ലെഫ്റ്റ് എൻവലപ്പിലേക്ക് വരുവാണെങ്കിൽ, ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പമ്പ് സൈഡിനെ മുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നോക്കിയാൽ ഈ എയറോ കണ്ടാൽ മനസ്സിലാവും, നേരെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അന്നേരം ഫ്ലോ ഇങ്ങനെ പോയി ഈ ബ്ലാങ്ക് സൈഡ്, സിലിണ്ടർ വണ്ണിൻ്റെ ബ്ലാങ്ക് സൈഡിലെത്തും. പിസ്റ്റൺ ഇതിനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഹൈഡ്രോളിക് അഥവാ ഫ്ലൂയിഡ് ഈ ലൈനിലേക്ക് കൂടി ഇറങ്ങി ഇപ്പുറത്തേക്ക് കൂടി കയറി ഈ ബ്ലാങ്കിലേക്ക് കയറും. ആൻഡ് ഈ ബ്ലാങ്ക് ഈ പിസ്റ്റണിനെ പുഷ് ചെയ്യും. പുഷ് ചെയ്യുന്ന സമയത്ത് ഈ ഈ സൈഡിലുള്ള ലിക്വിഡ് അഥവാ ഫ്ലൂയിഡ് തിരിച്ച്, ഹൈഡ്രോളിക് ഫ്ലൂയിഡ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. ലെഫ്റ്റ് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ബിയുടെ ഈ പൊസിഷനിൽ എത്തുക, നേരെ താഴോട്ടേക്ക് ടാങ്കിലേക്ക് പോകും. ഇതായിരുന്നു ഒരു സിങ്ക്രണൈസിങ് സർക്യൂട്ട്. ഇനിയിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ടാങ്ക് എന്നുള്ളത് പമ്പ് വഴി നേരെ P2യിലേക്കാണ് വരിക. P2യിലേക്ക് കൂടി വരുന്ന സമയത്ത് റോഡ് സൈഡിലുള്ള P2 ഇതിനെ പുഷ് ചെയ്യുമ്പോൾ P1 എന്നുള്ള ബ്ലാങ്ക് സൈഡ് നേരെ ഇതിലേക്ക് കൂടി വന്ന് സിലിണ്ടറിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കയറും. ആ സിലിണ്ടർ ഇതിനെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. ഫ്ലോ വന്ന് തിരിച്ച് ഇതിലേക്ക് കൂടി വന്ന് നേരെ ടാങ്കിലേക്ക് പോകും. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. ഇത് സിലിണ്ടറിനെ ഒരു ഡയറക്ഷനിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ 3 പൊസിഷനാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് കൺട്രോൾ ചെയ്യുന്നത് സോളിനോയിഡും സ്പ്രിങ്ങും വെച്ചിട്ടാണ്. ഇതാണ് ഒരു സിങ്ക്രണൈസിങ് സർക്യൂട്ട്. ഇനി ഒരു പ്രഷർ ഇൻറ്റൻസിഫയർ എന്ന് പറഞ്ഞാൽ റാപ്പിഡായിട്ട് പെട്ടെന്ന് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ്. അല്ലെങ്കിൽ പ്രസ്, നമ്മളെ പഞ്ചിങ് പ്രസ് എന്ന് നമുക്കറിയുന്നതാണ്. ആ പഞ്ചിങ് പ്രസ്സിൻ്റെ സർക്യൂട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ടാങ്ക് വേണം, ഫിൽറ്റർ വേണം, പമ്പ് വേണം. പമ്പിൻ്റെ അകത്തൊരു പ്രഷർ റിലീഫ് വാൾവ് വേണം. നേരെ മുകളിലോട്ടേക്ക് വരുന്ന സമയത്ത് പമ്പിൻ്റെ ഒരു ഡയറക്ഷൻ കൺട്രോൾ വാൾവ് ഉണ്ടാവും. പമ്പിൻ്റെ അല്ല, ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ. അത് നേരത്തെ പറഞ്ഞ പോലെ സോളിനോയിഡ് സ്പ്രിങ് കൺട്രോൾഡ് ആണ്. പിന്നെ കൂടാതെ 4-port 3 പൊസിഷനാണ്. ഇതിനെ നമുക്ക് ലെഫ്റ്റ് എൻവലപ്പ്, ഇതിനെ റൈറ്റ് എൻവലപ്പ് എന്ന് പറയാം. ആദ്യം ലെഫ്റ്റ് എൻവലപ്പിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പൊസിഷനിൽ ഫ്ലോ ഒന്നും ഉണ്ടാവില്ല, ഓഫ് പൊസിഷൻ എന്നാണ് പറയുക. ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ കൺട്രോൾ ആവും മൂവ് ചെയ്യുകയാണെങ്കിൽ P നേരെ കണക്ട് ചെയ്യുക എയിലേക്കാണ്, അഥവാ ഇതിലേക്ക് നേരെ പോയി ഫ്ലോ ഇങ്ങോട്ടേക്ക് വരും. ഇത് റിട്ടേൺ സ്ട്രോക്കാണ്. അതേപോലെ ഇവിടെയുള്ള റൈറ്റ് സൈഡിലുള്ളത് നേരെ പൈലറ്റ് വഴി നേരെ താഴോട്ടേക്ക് വന്ന് പുറത്തേക്ക് പോകും. ഇനി ഇൻ കേസ് ഈ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോ എന്ന് പറയുന്ന പമ്പ് വഴി ഈ ഡയറക്ഷനിലാണ് പോവുക. ഇവിടെ ഒരു സീക്വൻസ് വാൾവ് ഉണ്ട്. സീക്വൻസ് വാൾവ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൺട്രോളിങ്ങും ഷെഡ്യൂളിങ്ങും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു കറക്റ്റ് ലെവലിൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ മാത്രമേ സീക്വൻസ് കൺട്രോൾ വാൾവ് ആക്ടിവേറ്റ് ആവുള്ളൂ. എന്നാൽ മാത്രമേ ഈ പ്രഷർ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അങ്ങനെ പ്രഷർ ഇൻറ്റൻസിഫയറിൽ റാപ്പിഡായിട്ട് പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടേക്കുള്ള ലൈൻ വഴി ഫ്ലോ കുറയും. ഓട്ടോമാറ്റിക്കലി പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്യും. ഈ ലൈൻ ഇൻറ്റൻസിഫയറിനും
സിലിണ്ടറിനും ഇടയിലുള്ള ലൈൻ എത്രത്തോളം ചെറുതാവുന്നോ അത്രയും നല്ല എഫക്റ്റ് നമുക്കിവിടെ പഞ്ചിങ് പ്രസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള ഇത് ഡയറക്ഷൻ ഓഫ് പഞ്ച്, അങ്ങോട്ടേക്ക് പഞ്ച് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ ഇൻറ്റൻസിഫയർ ഉപയോഗിക്കുന്നത് റാപ്പിഡായിട്ട് ഹൈ പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടുത്ത സർക്യൂട്ടിലേക്ക് പോകാം. അടുത്ത സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ടേബിൾ മൂവ്മെൻറ്റ് ഓഫ് മില്ലിംഗ് മെഷീൻ ഓഫ് സർഫസ് ഗ്രൈൻഡറാണ്. രണ്ടിനും ടേബിൾ മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണോ റൈറ്റ് സൈഡിലേക്ക് കൂടെ മൂവ് ചെയ്യണോ എന്നുള്ളത് മനസ്സിലാക്കാനാണ്. വളരെ സിമ്പിൾ സർക്യൂട്ടാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ടാങ്ക്, ഫിൽറ്റർ, പമ്പ്, അതിനുശേഷം ഒരു പ്രഷർ റിലീഫ് വാൾവ്. ഇത് കോമൺ ആണ്, ഓൾമോസ്റ്റ് എല്ലാ ഹൈഡ്രോളിക് സിസ്റ്റത്തിനും കോമൺ ആണ്. നേരെ പമ്പിലേക്ക് വരും. നേരെ ഡയറക്ഷൻ കൺട്രോൾ വാൾവിലേക്ക് വരും. ഡയറക്ഷൻ കൺട്രോൾ വാൾവ് നേരത്തെ പറഞ്ഞ പോലെ സോളിനോയിഡ് സ്പ്രിംഗ് ഓപ്പറേറ്റഡ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ. ഇത് സോളിനോയിഡ് ഓപ്പറേറ്റഡ്, അത് കാര്യമൊന്നുമില്ല, രണ്ടായാലും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ അകത്ത് 3 പൊസിഷൻ ഉണ്ട്, അതേപോലെ 4 പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ 4/3 സോളിനോയിഡ് കൺട്രോൾ വാൾവ്. അന്നേരം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ, അഥവാ ലെഫ്റ്റ് എൻവലപ്പിലേക്ക് പോവുകയാണെങ്കിൽ പി നേരെ കണക്ട് ചെയ്യുക എയിലേക്കാണ്. അഥവാ ഫ്ലോ നേരെ ഇവിടെ വരും. ഇതിനെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുമ്പോൾ ടേബിൾ ഓട്ടോമാറ്റിക്കലി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അതേപോലെ ലാസ്റ്റ് ഈ പൊസിഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫ്ലോ പിന്ന് ബിയിലേക്കാണ് വരിക. അഥവാ ഇതിനെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ടേബിൾ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക. ടേബിൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തേക്ക് കൂടിയുള്ള റിട്ടേൺ സ്ട്രോക്ക് എങ്ങനെ വരുന്നതും കൂടി നോക്കുക. ബി ആയിരിക്കും, ബിയിൽ നിന്ന് നേരെ ടാങ്കിലേക്ക്. മറ്റേ കേസിൽ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്ന സമയം 1 നേരെ എയിലേക്ക്, എന്ന് നേരെ ടാങ്കിലേക്ക്. അതാണ് ഇതിൻ്റെ ഫ്ലോ. ലെഫ്റ്റ് എൻവലപ്പിൽ വന്നു കഴിഞ്ഞാൽ ടേബിൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. റൈറ്റ് എൻവലപ്പിൽ വന്നു കഴിഞ്ഞാൽ ടേബിൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ്, ഒരു എക്സാമ്പിളാണ് ടേബിൾ മൂവ്മെൻറ്റ് ഓഫ് എ മില്ലിംഗ് മെഷീൻ ഓർ സർഫസ് ഗ്രൈൻഡർ. അടുത്തതായിട്ട് പറയുന്നത് മീറ്റർ ഔട്ട് സർക്യൂട്ടാണ്. മീറ്റർ ഔട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് മൂവ്മെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ സൈഡിലേക്ക് വെച്ചുകൊണ്ടാണ്, താഴെ കുത്തനെ വരയ്ക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്, സ്പേസ് സേവിങ് ആണ്. ടാങ്ക്, ഫിൽറ്റർ, പമ്പ് വന്നു കഴിഞ്ഞാൽ നേരെ ഒരു പ്രഷർ റിലീഫ് വാൾവ്, അതിനുശേഷം ഡയറക്ഷൻ കൺട്രോൾ വാൾവ്. ഡയറക്ഷൻ കൺട്രോൾ വാൾവ് നേരത്തെ പറഞ്ഞ പോലെ 4/3 സോളിനോയിഡ് കൺട്രോൾ വാൾവാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോ പിന്ന് ബിയിലേക്ക് കണക്ട് ചെയ്യുന്നത്, ഇതിലേക്ക് പോയി ഇവിടത്തേക്ക് കണക്ട് ചെയ്യും. അന്നേരം സിലിണ്ടറിനെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് പെട്ടെന്ന് പുഷ് ചെയ്യും, റാപ്പിഡായിട്ട് മൂവ് ചെയ്യും. അത് ഇവിടുന്ന് ഫ്ലോ താഴോട്ടേക്ക് വരും. താഴോട്ടേക്കുള്ള ഫ്ലോക്ക് യാതൊരു കൺട്രോളും ഇല്ല, ടാങ്കിലേക്ക് വരുന്നതായതുകൊണ്ട്. അതുകൊണ്ട് ബാക്കോട്ടില്ല, അഥവാ ലെഫ്റ്റ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇനി ഇൻ കേസ് റൈറ്റ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏന നേരെ മുകളിലോട്ടേക്ക് പോകും. മുകളിലോട്ടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പൻസേറ്റഡ് ഫ്ലോ കൺട്രോൾ വാൾവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലോ വളരെ കറക്റ്റായിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് കൺട്രോൾ ചെയ്ത് മാത്രമേ മുകളിലോട്ടേക്ക് പ്രഷർ ചെയ്യുള്ളൂ. അന്നേരം ഓട്ടോമാറ്റിക്കലി റെഗുലർ പുഷായിരിക്കും ഇവിടെ ഉണ്ടാവുക. നേരെ ഇതിനെ പുഷ് ചെയ്ത് പിസ്റ്റൺ അങ്ങോട്ടേക്ക് പോകും. അത് ചെയ്ത സമയത്ത് ഇവിടെയുള്ള ലിക്വിഡ് നേരെ തിരിച്ച് ടാങ്കിലേക്ക് വരും. ഇതാണ് ഇതിൻ്റെ മോഷൻ. അഥവാ റൈറ്റ് സൈഡ് മോഷൻ വളരെ റെഗുലേറ്റഡ് സ്റ്റഡി ആയിട്ടുള്ള ഫ്ലോയും റിട്ടേൺ സ്ട്രോക്ക് വളരെ പെട്ടെന്ന് വരുന്ന ഒരു മീറ്റർ ഔട്ട് സർക്യൂട്ടാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ബ്ലീഡ് ഓഫ് സർക്യൂട്ടാണ്. മീറ്റർ ഔട്ട് സർക്യൂട്ടിനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ബ്ലീഡ് ഓഫ് സർക്യൂട്ട്. ബ്ലീഡ് ഓഫ് സർക്യൂട്ടും നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ട് ടാങ്കിൽ നിന്ന് തുടങ്ങുന്നു. അതിനുശേഷം ഫിൽറ്റർ വരുന്നു, ഹൈഡ്രോളിക് പമ്പ് വരുന്നു. പമ്പ് ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചാണ് മൂവ് ചെയ്യുക. അതിനുശേഷം പ്രഷർ റിലീഫ് വാൾവ് വരുന്നു, നേരെ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് വരുന്നു, സിലിണ്ടർ വരുന്നു. ഈ വരുന്നതിൻ്റെ ഇടയിൽ പമ്പ് കഴിഞ്ഞ പാട് നമ്മളൊരു എക്യുപ്മെൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് കോമ്പൻസേറ്റഡ് ഫ്ലോ കൺട്രോൾ വാൾവ്. നേരത്തെ നമ്മൾ മീറ്ററിങ് ഔട്ട് സർക്യൂട്ടിൽ യൂസ് ചെയ്ത സാധനമാണ്. അഥവാ ഫ്ലോ എപ്പോഴും റെഗുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോ റെഗുലേഷൻ ഉപയോഗിക്കുന്ന ഒരു ഫ്ലോ കൺട്രോൾ വാൾവാണിത്. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടേക്ക് വരുന്ന ഫ്ലോ കൺട്രോൾ ചെയ്യപ്പെടും. അഥവാ സിലിണ്ടർ റൈറ്റിലേക്കായാലും ലെഫ്റ്റിലേക്കായാലും കൺട്രോൾഡ് ഫ്ലോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ബ്ലീഡ് ഓഫ് സർക്യൂട്ട്. അതിന് ചിത്രം ശരിക്കും നോക്കുക. ഡയറക്ഷൻ കൺട്രോൾ വാൾവ് സോളിനോയിഡ് സ്പ്രിംഗ് ഓപ്പറേറ്റഡ് 4/3 DCV ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ. ഇതുപോലെ പല സർക്യൂട്ട്സ് ഉണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് എത്ര പൈപ്പിംഗ് സിസ്റ്റം, ഹൈഡ്രോളിക് സിസ്റ്റം വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അന്നേരം ഇനി ഒരു സർക്യൂട്ടും കൂടി ഉണ്ട്, അതാണ് റീജനറേറ്റീവ് സർക്യൂട്ട്. റീജനറേറ്റീവ് സർക്യൂട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോർട്ട് ബി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പോർട്ട് ബിയിൽ യാതൊരു കണക്ഷനും ഉണ്ടാവില്ല.
നേരെ പമ്പിൽ നിന്ന് നേരെ വരുന്നത് സിലിണ്ടറിലേക്ക് പോകും. ഡയറക്ഷൻ കൺട്രോൾ വാൾവ് വഴി സിലിണ്ടർ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇതിനെ പുഷ് ചെയ്ത് ലിക്വിഡ് നേരെ ബി വഴിയല്ല, അഥവാ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് വഴിയല്ല, നേരെ വരുന്നത് ഇൻപുട്ടിലേക്ക് തന്നെയാണ്. അന്നേരം അതിൻ്റെ ഒരു ക്യുമുലേഷനും കൂടി നമുക്കിവിടെ ആഡ് ചെയ്യാം. കാരണം ഈ റിട്ടേൺ വരുന്ന എനർജിയും താഴത്തുനിന്നുള്ള പമ്പ് എനർജിയും കൂടി ചേർന്ന് ടോട്ടൽ എനർജി ആയിട്ട് വീണ്ടും മുകളിലോട്ടേക്ക് പുഷ് ചെയ്യുക. അഥവാ ഒരു റീജനറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണിത്. അതേസമയം തിരിച്ച് നമ്മുടെ പൊസിഷൻ ഇതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പിസ്റ്റൺ ബാക്കോട്ടേക്ക് വരെ ഇതിലേക്ക് തിരിച്ച് ഫ്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത് മനസ്സിലാക്കാം. എപ്പോഴും ഒരേ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഇത് എക്സ്റ്റൻഷൻ വരുന്ന സമയത്ത് ക്യുമുലേഷനും തിരിച്ച് വരുന്ന സമയത്ത് ഒരു റിട്ടാർഡേഷനുമാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇതിനകത്ത് ഫ്ലോ രണ്ടും എ മാത്രമേ തിരിച്ച് ടാങ്കിലേക്കും വരുന്നുള്ളൂ. ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടറിനെ കൺട്രോൾ ചെയ്യുന്ന വിധത്തിലായിരിക്കും DCV നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഒരു ബൈപ്പാസ് വാൾവ് ഇവിടെ വെച്ചതുകൊണ്ട് നമുക്ക് അതിൻ്റെ ക്യുമുലേഷനും കൂടി മുകളിലോട്ടേക്ക് എടുക്കാം. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. താങ്ക് യു.